ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെ റമദാൻ 9ത്തെ പൊരിക്കടി എന്താണെന്ന് കണ്ടേ? അത് ഞാനാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു ചെറിയ വലിയുള്ളി എടുക്കണം. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 2 വെളുത്തുള്ളി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ വലിയുള്ളി കുഞ്ഞിതായി അരിയണം കേട്ടോ. വലിയതാക്കണ്ട, കുഞ്ഞിതാക്കാം. പിന്നെ 2 വെളുത്തുള്ളി നമ്മൾ കുഞ്ഞിതായി അരിയണം. ഇഞ്ചി ഉണ്ടായിരുന്നല്ലോ, അതും കുഞ്ഞിതായി അരിയണം കേട്ടോ. നമ്മളിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇനി നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുഴുങ്ങി വെച്ച 2 ഉരുളക്കിഴങ്ങും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ല മിക്സ് ചെയ്യാം. നമ്മുടെ സാൻഡ്വിച്ചിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിന് നമുക്ക് നല്ല മിക്സ് ചെയ്യണം. നല്ല ലൂസാകണം കേട്ടോ. ലൂസാക്കണേ, ടൈറ്റ് ആവാൻ പാടില്ല കേട്ടോ. ഈ മാവിൻ്റെ ഇതൊക്കെ നല്ല പോകണം. നല്ല ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ബ്രെഡ് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമുക്കിതിൽ തേച്ച് കൊടുക്കണം. നമ്മൾ നല്ല മസാല തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മസാല കഴിയുന്നോറും നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. 2ാമത്തെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല എല്ലാം ബ്രെഡിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് മാവിൽ മുക്കി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് എണ്ണ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. 3 നമ്മളൊരു ട്രിപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. എനിക്ക് കഴിയാത്തതുകൊണ്ട് എൻ്റെ താത്ത കേട്ടോ മറിച്ചിട്ട് തരുന്നത്. എല്ലാതും അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇനി പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ. ഇനി എല്ലാതും റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കഴിയാത്തതുകൊണ്ട് അതിന് എൻ്റെ താത്ത കോരി എടുത്ത് തന്നത്.
ഞാനുണ്ടാക്കിയ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.